ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വു ഫാക്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ സ്നാക്സുകളിലൊന്നായ ഓറിയോ കുക്കികളെക്കുറിച്ചുള്ള അതിശയകരമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്നെപ്പോലെ ഓറിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ആസ്വദിക്കും. അതിനാൽ കൂടുതൽ ചർച്ച ചെയ്യാതെ പോകാം വീഡിയോയിലേക്ക്. നാബിസ്കോ എന്നറിയപ്പെടുന്ന നാഷണൽ ബിസ്ക്കറ്റ് കമ്പനിയാണ് ഓറിയോ കുക്കികൾ ആദ്യമായി പുറത്തിറക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ? 1912 മാർച്ച് 6 ന്യൂയോർക്ക് സിറ്റിയിലാണ് ഓറിയോസ് ആദ്യമായി വിറ്റത്. ഓറിയോക്ക് ഈ പേര് എങ്ങനെ കിട്ടി എന്ന കാര്യം ഇപ്പോഴും ഒരു രഹസ്യമാണ്. ചില തിയറീസ് പ്രകാരം ഇത് സ്വർണം എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നോ പർവ്വതം എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നോ ഗോതമ്പ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നോ വന്നതാവാം എന്ന് പറയപ്പെടുന്നു. കോട്ടൺ കാൻഡി, വാഫ്ലേസ് ആൻഡ് സിറപ്പ്, കീ ലൈം പീ, ചോക്ലേറ്റ്, ഹസിൽനട്ട് എന്നിവ ഉൾപ്പെടെ 50-ലധികം വ്യത്യസ്ത രുചികളിൽ ഓറിയോകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മിനി, ഡബിൾ സ്റ്റഫ്, മെഗാ സ്റ്റഫ് ആൻഡ് ഫുട്ബോൾ എന്നിങ്ങനെ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും ഇവ ഇറങ്ങിയിരുന്നു. ഇനി നമുക്ക് ഐക്കണിക് ഓറിയോ ഈറ്റിംഗ് രീതിയെക്കുറിച്ച് സംസാരിക്കാം. ട്വിസ്റ്റ്, ലിക്ക്, ഡങ്ക്. നിങ്ങൾ കുക്കി തുറക്കുക, ക്രീം ഫില്ലിംഗ് നക്കുക, തുടർന്ന് ചോക്ലേറ്റ് വേഫർ പാലിൽ മുക്കുക. ഇതൊരു ക്ലാസിക് നീക്കമാണ്. 2013 നടത്തിയ ഒരു പഠനമനുസരിച്ച് ഓറിയോകൾക്ക് ഗുരുതരമായ അഡിക്ഷൻ ഉണ്ടെന്ന് തെളിഞ്ഞു. കൊക്കൈനും മോർഫിനും ചെയ്യുന്നതുപോലെ അവ നമ്മുടെ തലച്ചോറിലെ അതേ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തി. മാത്രമല്ല, മറ്റു കുക്കികളെ അപേക്ഷിച്ച് ഓറിയോസിൽ പഞ്ചസാരയും കൊഴുപ്പും കൂടുതലാണ്. ഇത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന്റെ പ്രതിരോധശേഷി നഷ്ടമാക്കുന്നു. ഓറിയോകൾ 100-ലധികം രാജ്യങ്ങളിൽ വിൽക്കുന്നു. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളും പാക്കേജിംഗുമാണുള്ളത്. ഉദാഹരണത്തിന് UK-യിൽ അവയെ ഓറിയോ ബിസ്ക്കറ്റ് എന്ന് വിളിക്കുന്നു. അവയ്ക്ക് നീല റാപ്പർ ആണുള്ളത്. ചൈനയിൽ അവയെ ഓറിയോ വേഫർ സ്റ്റിക്കുകൾ എന്ന് വിളിക്കുന്നു. കൂടാതെ പച്ചറാപ്പറുമുണ്ട്. സെലിബ്രിറ്റികൾക്കും രാഷ്ട്രീയക്കാർക്കും ഇടയിൽ ഓറിയോസ് വളരെ ജനപ്രിയമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഏത് പച്ചക്കറിക്കും പകരം ഓറിയോസിനോടുള്ള തന്റെ ഇഷ്ടം തുറന്ന് സമ്മതിച്ചു. ഗായികയായ ടൈലർ സ്വിഫ്റ്റ് ഓറിയോസിന്റെ വലിയ ആരാധിക കൂടിയാണ്. കാരണം വണ്ടർലാൻഡ് എന്ന ഗാനത്തിൽ ഓറിയോസിനെ കുറിച്ച് പരാമർശിക്കുന്നു. കല, ശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി സൃഷ്ടിപരമായ ആവശ്യങ്ങൾക്കായി ഓറിയോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗായിക അഡലിന്റെ ഓറിയോ ഛായാചിത്രം, ഓറിയോ സോളാർ എക്ലിപ്സ് മോഡൽ, മൂലകങ്ങളുടെ ഓറിയോ ആവർത്തന പട്ടിക എന്നിവയാണ് ചില ഉദാഹരണങ്ങൾ. 90 റിഡ്ജുകൾ, 12 പൂക്കൾ, 12 ഡാഷുകൾ, 12 ഡോട്ടുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന തനായ പാറ്റേണിലാണ് ഓറിയോസ് ഇറക്കുന്നത്. 1912 മുതൽ ഡിസൈൻ 4 തവണ മാറി. ഏറ്റവും പുതിയ പതിപ്പ് 1952 അവതരിപ്പിച്ചു. 30 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ കുക്കികൾ അടുക്കി വയ്ക്കുക, എക്കാലത്തെയും ഉയരം കൂടിയ കുക്കി ടവർ നിർമ്മിക്കുക എന്നിങ്ങനെ നിരവധി ലോക റെക്കോർഡുകൾ ഓറിയോസ് നേടിയിട്ടുണ്ട്. കൂടാതെ 2015 നാസയുടെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകാനുള്ള അവസരവും ഓറിയോസിന് ലഭിച്ചു. ഓറിയോസിന് ജന്മദിനം ആഘോഷിക്കാൻ പ്രത്യേക ദിനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെ ദേശീയ ഓറിയോ ദിനം എന്ന് വിളിക്കുന്നു. ഇത് മാർച്ച് 6 വരുന്നു. 1912 അവ ആദ്യമായി വിറ്റഴിച്ച ദിനം കൂടിയാണിത്. പുതിയ പാചകക്കുറിപ്പുകൾ പരീക്ഷിച്ചും ഗെയിമുകൾ കളിച്ചും അല്ലെങ്കിൽ അവരുടെ കഥകൾ പങ്കിട്ടും ആളുകൾക്ക് ഓറിയോസ് ആസ്വദിക്കാൻ കഴിയുന്ന ദിവസം കൂടിയാണിത്. ഫ്രണ്ട്സ്, ഓറിയോ കുക്കികളെക്കുറിച്ചുള്ള ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിഷയങ്ങളെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾക്കായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.